അന്താരാഷ്ട്രീയത്തിന്റെ ഗതിവിധികൾ നിർണ്ണയിക്കുന്ന നിർണായകമായ ഒരു സന്ധിയിലാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ നിലകൊള്ളുന്നത്. അഴിമതിയും കൈക്കൂലിയും അധികാര ദുർവിനിയോഗവും അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ചോദ്യചിഹ്നമായി തുടരുകയാണ്. അതേസമയം ഇസ്രായേലിന്റെ രാഷ്ട്രീയ സിരകളെ വിറപ്പിക്കുന്ന അത്യപൂർവവും സങ്കീർണവുമായ ഒരു നിയമയുദ്ധത്തിനാണ് ഇപ്പോൾ കളമൊരുങ്ങുന്നത്. അഴിമതി കേസുകളുടെ നിഴലിൽ നിൽക്കുന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ രക്ഷിക്കാൻ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് തന്റെ സവിശേഷ അധികാരം ഉപയോഗിക്കുമോ എന്ന ചോദ്യമാണ് ഉയർന്നുവരുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ കേസുകൾ ഇസ്രായേൽ ചരിത്രത്തിൽ അപൂർവമാണ്. അധികാരത്തിലുള്ള പ്രധാനമന്ത്രിക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തപ്പെട്ടത് തന്നെ വലിയ സംഭവമായിരുന്നു. എന്നിരുന്നാലും അഴിമതിയുമായി ബന്ധപ്പെട്ട 3 പ്രധാന കേസുകളാണ് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് കടുത്ത മങ്ങലേൽപ്പിച്ചത്. കേസ് 1000, കേസ് 2000, കേസ് 4000 എന്നിങ്ങനെ അറിയപ്പെടുന്ന ഈ കുറ്റപത്രങ്ങളിൽ കോടീശ്വരന്മാരിൽ നിന്ന് വില കൂടിയ സമ്മാനങ്ങൾ കൈപ്പറ്റിയതും മാധ്യമ ഉടമകളുമായി തനിക്ക് അനുകൂലമായ വാർത്തകൾ നൽകാൻ വഴിവിട്ട ഇടപാടുകൾ നടത്തിയതും ഉൾപ്പെടുന്നുണ്ട്. ഈ ആരോപണങ്ങളെല്ലാം നെതന്യാഹു ശക്തമായി നിഷേധിക്കുന്നുണ്ടെങ്കിലും നിയമവ്യവസ്ഥയുടെ മുന്നിൽ അദ്ദേഹം കടുത്ത വെല്ലുവിളി നേരിടുന്നത് ഒരു വശത്ത് ഇസ്രായേൽ നേരിടുന്ന യുദ്ധസമാനമായ സാഹചര്യങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും, മറുഭാഗത്ത് കോടതിയുടെ വിധി കാത്തിരിക്കുന്ന അഴിമതി കേസുകളും അദ്ദേഹത്തെ ശ്വാസം മുട്ടിക്കുന്നുണ്ട് തന്നെ പറയാം. ഒരു വശത്ത് ഇസ്രായേൽ നേരിടുന്ന യുദ്ധസമാനമായ സാഹചര്യങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും, മറുഭാഗത്ത് കോടതിയുടെ വിധി കാത്തിരിക്കുന്ന അഴിമതി കേസുകളും അദ്ദേഹത്തെ ശ്വാസം മുട്ടിക്കുന്നുണ്ടെന്ന് തന്നെ പറയാം. നെതന്യാഹുവിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഇപ്പോഴും ശ്രദ്ധേയമാണ്. തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ ശത്രുക്കളുടെയും മാധ്യമങ്ങളുടെയും ഗൂഢാലോചനയാണ് ഈ കേസുകളെന്ന് അദ്ദേഹം നിരന്തരം വാദിക്കുന്നുമുണ്ട്. തന്റെ ജനപിന്തുണ ഉപയോഗിച്ച് നിയമ നടപടികളെ മറികടക്കാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം പലതവണ നടത്തിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഇസ്രായേലിലെ നീതിന്യായ വ്യവസ്ഥയിൽ വരുത്താൻ ശ്രമിച്ച വിവാദപരമായ പരിഷ്കാരങ്ങൾ. കോടതിയുടെ അധികാരം കുറയ്ക്കാനും പാർലമെന്റിന് കൂടുതൽ കരുത്ത് നൽകാനും ലക്ഷ്യമിട്ടുള്ള ഈ നീക്കങ്ങൾ രാജ്യത്തുടനീളം വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിതെളിച്ചു. നിലവിലിപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം ഒരു വിചാരണ പൂർത്തിയാകുന്നതിന് മുൻപ് രാഷ്ട്രപതി മാപ്പ് നൽകണോ എന്നതാണ്. നിയമപരമായി പ്രസിഡന്റിന് മാപ്പ് നൽകാൻ അധികാരമുള്ളതാണെങ്കിലും അത് എപ്പോൾ, എങ്ങനെ ഉപയോഗിക്കണമെന്നതാണ് നിർണായകം. അനുകൂലികൾ പറയുന്നത് വർഷങ്ങളായി തുടരുന്ന വിചാരണ രാജ്യത്തെ രാഷ്ട്രീയമായി തളർത്തിയിരിക്കുകയാണ്. ദേശീയ സുരക്ഷാ വെല്ലുവിളികൾ, യുദ്ധാവസ്ഥ, ആഭ്യന്തര വിഭജനം എന്നിവയുള്ള സമയത്ത് ഈ കേസ് അവസാനിപ്പിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ടെന്നാണ് അവരുടെ നിലപാട്. എന്നാൽ വിമർശകർക്കിത് നിയമത്തിന്റെ മേൽ രാഷ്ട്രീയത്തിന്റെ ജയം പോലെയാണ്. അധികാരമുള്ള നേതാക്കൾക്ക് പ്രത്യേക ഇളവ് ലഭിക്കരുതെന്നും സാധാരണ പൗരന്മാർക്ക് ബാധകമായ നിയമം പ്രധാനമന്ത്രിക്കുണ്ടാകണമെന്നും അവർ വാദിക്കുന്നു. രാജ്യം ഇതിനകം നീതിന്യായ വ്യവസ്ഥാ പരിഷ്കാരങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള വൻ പ്രതിഷേധങ്ങൾ കണ്ടുകഴിഞ്ഞു. അതിനിടയിൽ തന്നെ പ്രധാനമന്ത്രിക്കുള്ള മാപ്പ് ചർച്ച ഉയരുന്നത് നീതിന്യായ സംവിധാനത്തോടുള്ള ജനവിശ്വാസത്തെ ബാധിക്കുമെന്ന ആശങ്കയും ശക്തമാകുന്നു. എന്തു തന്നെയായാലും ഈ കേസ് ഒരു വ്യക്തിയെക്കുറിച്ചുള്ളതിൽ ഒതുങ്ങുന്നില്ല. ഇത് ഇസ്രായേലിന്റെ ജനാധിപത്യ സ്ഥാപനങ്ങൾ എത്രത്തോളം ശക്തമാണെന്നതിന്റെ പരീക്ഷണമാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിന് മാപ്പ് ലഭിക്കുമോ ഇല്ലയോ എന്നതിനേക്കാൾ വലുതാണ് ഇപ്പോഴുള്ള ചോദ്യം അധികാരവും നിയമവും തമ്മിലുള്ള രേഖ എവിടെയാണ് വരക്കപ്പെടുന്നത് എന്നാണ്. ആ രേഖ വ്യക്തമാകുന്ന തീരുമാനമായിരിക്കും ഇസ്രായേൽ പ്രസിഡന്റിന്റെ അടുത്ത നീക്കം.